ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 8-ാം അധ്യായം. ശ്രീ ശുക ബ്രഹ്മർഷിയോട് പരീക്ഷത്തിൻ്റെ തുടർന്നുള്ള ചോദ്യങ്ങൾ. പരീക്ഷിത് മഹാരാജാവ് ശ്രീ ശുക ബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്: യേശുഗദേവ, ബ്രഹ്മദേവൻ നാരദമുനിക്ക് ഉപദേശിച്ച ശ്രീമദ് ഭാഗവത തത്വം ദേവദർശനനായ മുനി എങ്ങനെയാണ്, ആർക്കാണ് തുടർന്ന് പറഞ്ഞു കൊടുത്തത്? ഹേ മഹാഭാഗ, അങ്ങ് ശ്രീമദ് ഭാഗവതം പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്തെന്നാൽ അത് കേട്ട് എൻ്റെ മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ ലയിക്കട്ടെ. ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തനായി ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ശ്രീമദ് ഭാഗവതം കേൾക്കുന്നവരുടെയും പാടുന്നവരുടെയും ഹൃദയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ അവതരിക്കുന്നു. നാം കർണരന്ധ്രങ്ങളിലൂടെ ശ്രീമദ് ഭാഗവതം ശ്രവിക്കുമ്പോൾ ഭഗവാൻ ശബ്ദരൂപത്തിൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി മനോമാലിന്യങ്ങളെ മാറ്റി സലിലത്തിൽ ശരത്കാല മഴ പെയ്യുന്നത് പോലെ അവിടം പവിത്രമാകുന്നു. ഒരിക്കൽ അകമഴിഞ്ഞ ഭക്തിയാൽ പവിത്രമാകപ്പെട്ട ഒരു ഭക്തൻ്റെ മനസ്സിൽ നിന്നും ഭഗവത് ചരണാംബുജം ഒരിക്കലും അപ്രത്യക്ഷമാകുന്നില്ല. പാന്തർ സ്വവസതിയിൽ തിരിച്ചെത്തി സ്വസ്ഥമാകുന്നത് പോലെ അവർ അത്യന്തം ആനന്ദമുള്ളവരായി കാണപ്പെടുന്നു. അലയോ ബ്രാഹ്മണോത്തമ, ജീവൻ ഈ ശരീരത്തിൽ നിന്നും അന്യമാണല്ലോ. എന്നാൽ എപ്രകാരമാണ് ഈ ജീവൻ യദൃച്ഛയാലോ അഥവാ മറ്റെന്തെങ്കിലും കാരണത്താലോ ഈ ശരീരത്തെ പ്രാപിക്കുന്നത്? ജ്ഞാനിയായ അങ്ങയിൽ നിന്നും ഇതറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പത്മനാഭനായ ഭഗവാന്റെ കളേബരവും ഈ മൂലപ്രകൃതിയാൽ തന്നെ ഉണ്ടായതാണെങ്കിൽ പിന്നെ ആ പരമാത്മാവിൻ്റെയും ഈ ജീവാത്മാക്കളുടെയും ശരീരങ്ങൾ തമ്മിൽ എന്ത് ഭേദമാണുള്ളത്? അജനായി ഭഗവാന്റെ നാഭിപങ്കജത്തിൽ നിന്നുളവായ ബ്രഹ്മദേവനാണ് ഇക്കണ്ട മഹാജഗത്തിൻ്റെ സൃഷ്ടികർമ്മം നിർവഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബ്രഹ്മദേവൻ ആ വിഭുവിൻ്റെ രൂപം തീർച്ചയായും കണ്ടിട്ടുണ്ടായിരിക്കണം. സർവഗുഹാശയനും മായാതീതനും സർവശക്തനുമായ ആ പരമപുരുഷനെക്കുറിച്ച് വീണ്ടും വീണ്ടും അങ്ങ് എന്നോട് പറയുക. അലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, സകല ലോകങ്ങളെക്കുറിച്ചും അവയുടെ പാലകന്മാരെക്കുറിച്ചും അങ്ങെന്നോട് മുൻപ് പറഞ്ഞു കഴിഞ്ഞതാണ്. സർവ്വലോകങ്ങളും ആ നാരായണൻ്റെ വിവിധ ശരീരാവയവങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുവെന്നും ഞാൻ കേട്ടുകഴിഞ്ഞു. എന്നാൽ ഈ ലോകപാലകന്മാരെക്കുറിച്ച് എന്താണ് അങ്ങയ്ക്ക് വീണ്ടും പറയാനുള്ളത്? കൽപ്പത്തെക്കുറിച്ചും വികൽപ്പത്തെക്കുറിച്ചും ഭൂതം, ഭവ്യം, ഭവത് എന്നിവയെ പ്രതിനിധീകരിക്കുന്ന കാലത്തെക്കുറിച്ചുമൊക്കെ അറിയാൻ അടിയന് അതിയായ ആഗ്രഹമുണ്ട്. ജീവികളുടെ ആയുസ്സിനെക്കുറിച്ചും അവയുടെ അളവിനെക്കുറിച്ചുമൊക്കെ അങ്ങനെ ബോധവാനാക്കിയാലും. ഹേ ദ്വിജസത്തമ, വ്യത്യസ്ത കാലദൈർഘ്യങ്ങളെക്കുറിച്ചും കാലത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചും അതിൻ്റെ പുരോഗതിയെക്കുറിച്ചുമൊക്കെ അടിയനെ പറഞ്ഞു കേൾപ്പിച്ചാലും. വ്യത്യസ്ത ജീവികൾ പ്രകൃതിയുടെ ഗുണങ്ങൾക്കനുസരിച്ച് ആഗ്രഹസിദ്ധ്യർത്ഥം കർമ്മങ്ങൾ ചെയ്ത് ആർജിച്ചെടുത്ത ഫലങ്ങൾ ഏതു വിധത്തിൽ ഒരുവനെ ബദ്ധനാക്കുന്നുവെന്നും അറിയാൻ അടിയൻ ആഗ്രഹിക്കുന്നു. അധോലോകങ്ങളും സ്വർലോകങ്ങളും ആകാശവും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മലകളും നദികളും സമുദ്രങ്ങളും ദ്വീപുകളും അതിലെ നിവാസികളുമൊക്കെ ഏതു പ്രകാരം നിലവിൽ വന്നുവെന്നും ഗ്രഹിക്കാൻ അടിയനിച്ഛിക്കുകയാണ്. ബാഹ്യപ്രപഞ്ചത്തെക്കുറിച്ചും ആന്തരിക ലോകത്തെക്കുറിച്ചും പ്രത്യേകം അറിയാൻ അടിയൻ ആഗ്രഹിക്കുന്നു. മഹത്തുക്കളുടെ ചരിതവും വ്യത്യസ്ത വർണ്ണാശ്രമ വ്യവസ്ഥിതികളും സൃഷ്ടിക്ക് ശേഷമുള്ള യുഗങ്ങളും അവയുടെ കാലദൈർഘ്യങ്ങളും ഓരോ യുഗങ്ങളിലുണ്ടായ ഭഗവാന്റെ അവതാരങ്ങളുമൊക്കെ ഉള്ളവണ്ണം അങ്ങ് അടിയനെ പറഞ്ഞറിയിച്ചാലും. സമൂഹത്തിൽ സാധാരണയായി മനുഷ്യൻ്റെ ധർമ്മമെന്തെന്നും അവരുടെ കർമ്മരംഗങ്ങളെക്കുറിച്ചും അവിടുത്തെ രാജകീയ വ്യവസ്ഥിതികളെപ്പറ്റിയും മനുഷ്യൻ്റെ ദുരവസ്ഥകളുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുമുള്ള സകല വിഷയങ്ങളും അറിയാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. പ്രാപഞ്ചിക സൃഷ്ടിയുടെ തത്വത്തെപ്പറ്റിയും അതിനൊക്കെ ആധാരമായ മൂലതത്വത്തെക്കുറിച്ചും ഈ പ്രപഞ്ചോൽപത്തിയെപ്പറ്റിയും അവയുടെ കാരണങ്ങളെക്കുറിച്ചും കൂടാതെ ഈശ്വരാരാധന വിധിയെപ്പറ്റിയുമൊക്കെ അറിയാൻ അടിയൻ വളരെയധികം ഇച്ഛിക്കുന്നു. യോഗികളുടെ ഐശ്വര്യമെന്താണെന്നും എന്താണവരുടെ പരമമായ ഗതിയെന്നും ഈ യോഗികൾ ഭൗതിക ശരീരത്തിൽ നിന്നും എപ്രകാരം വിമുക്തമാകുന്നുവെന്ന സത്യവും എന്താണ് ഈ വേദശാസ്ത്ര പുരാണങ്ങൾ എന്നുമൊക്കെ അടിയനോട് വ്യക്തമാക്കിയാലും. ജീവികൾ ഏതു പ്രകാരം സൃഷ്ടിക്കപ്പെട്ടുവെന്നും അവ എപ്രകാരം പരിപാലിക്കപ്പെടുന്നുവെന്നും ഒടുവിൽ
എങ്ങനെ അവ സംഹരിക്കപ്പെടുന്നുവെന്നുമുള്ള വസ്തുതകൾ അറിയാനും ഈ ഉള്ളവൻ ആഗ്രഹിക്കുന്നു. ഭഗവാനിൽ ഭക്തി ചെയ്യുന്നതിലും അത് ചെയ്യാതിരിക്കുന്നതിലുമുള്ള ഗുണദോഷാദികളും ധർമാർത്ഥ കാമങ്ങൾക്ക് വേണ്ടിയുള്ള അനുഷ്ഠാനങ്ങളും വിധികളും എന്തൊക്കെയെന്നതും അടിയന് അറിയേണ്ടതായിട്ടുണ്ട്. ഭഗവാനിൽ അനുശായനമായ ഈ സർഗം എങ്ങനെയുണ്ടായി എന്നും ഈശ്വരദ്വേഷികൾ ഇവിടെ എങ്ങനെ വന്നുവെന്നും കൂടാതെ ബന്ധിതരായും മുക്തന്മാരുമായുള്ള മനുഷ്യർ ഇവിടെ എങ്ങനെ നിലനിൽക്കുന്നുവെന്നും ഈ ഉള്ളവനെ പറഞ്ഞറിയിച്ചാലും സർവസ്വതന്ത്രനായ ഭഗവാൻ ഏതുവിധം തൻ്റെ മായയാൽ ദിവ്യലീലകൾ കൊണ്ടാടുന്നുവെന്നും ബാഹ്യമായ കൊണ്ട് ഏതുവിധം അവയെ തന്നിൽ തന്നെ അടക്കി കേവലം സാക്ഷിരൂപേണ വർത്തിക്കുന്നുവെന്ന സത്യത്തെക്കുറിച്ചും എന്നെ ബോധവാനാക്കിയാലും. ഹേ ഋഷേ, തുടക്കം മുതൽ ഞാൻ അങ്ങയോട് ചോദിച്ചതും ഇതുവരെ ചോദിച്ചിട്ടില്ലാത്തതുമായ സകല വിഷയങ്ങൾക്കും ഉത്തരം നൽകി അവിടുന്ന് ഈ ഉള്ളവനെ അനുഗ്രഹിക്കുമാറാകണം. സർവജ്ഞനായ അങ്ങയുടെ പദമലരിൽ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ഹേ ഭഗവൻ, അങ്ങ് ആത്മഭൂവായ വിധാതാവിനെ പോലെയാണ്. എന്നാൽ മറ്റുള്ളവരാകട്ടെ പുരാതന മുനിശ്രേഷ്ഠന്മാരുടെ പ്രോക്തങ്ങളെ അനുകരിച്ച് മുന്നോട്ടു പോകുന്നവർ മാത്രം. ഹേ പണ്ഡിതവര്യ, അങ്ങയുടെ വാക്കുകളാകുന്ന സമുദ്രത്തിൽ നിന്നും ഒഴുകുന്ന അച്യുത പീയൂഷം കുടിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ എനിക്ക് ഉപവാസം കൊണ്ടുള്ള അവശത അല്പം പോലുമില്ല. ഇങ്ങനെ ഭക്തന്മാരുടെ മധ്യത്തിൽ വച്ച് ഭഗവത് കഥാമൃതപാനത്തിനായി അപേക്ഷിച്ചുകൊണ്ട് പരീക്ഷിത്ത് രാജാവ് ശ്രീ ശുകബ്രഹ്മ മഹർഷിയെ സ്വീകരിച്ചു. പരീക്ഷത്തിൽ ശ്രീശുകൻ സംപ്രീതനായി. തുടർന്ന് ബ്രഹ്മകൽപ്പത്തിൽ ബ്രഹ്മാവിനായിക്കൊണ്ട് ഭഗവാൻ സ്വയം ഉപദേശിച്ചരുളിയ ബ്രഹ്മസംഹിതമായ ശ്രീമദ് ഭാഗവതം ശ്രീ ശുകബ്രഹ്മ മഹർഷി പരീക്ഷിത്ത് മഹാരാജാവിനോട് അവിടെ കൂടിയിരുന്ന മറ്റ് ഭക്തന്മാരും കേൾക്കെ പറയാൻ തുടങ്ങി. പരീക്ഷിത്ത് ചോദിച്ച സകല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ശ്രീ ശുകബ്രഹ്മ മഹർഷി ഓരോന്നായി പറയാൻ തുടങ്ങി. പരീക്ഷിത്ത് മഹാരാജാവ് പാണ്ഡവന്മാരിൽ വച്ച് അത്യുത്തമനായിരുന്നതിനാലാണ് അദ്ദേഹത്തിന് ഉചിതമായ ഈ ചോദ്യങ്ങൾ ശ്രീ ശുകബ്രഹ്മ മഹർഷിയോട് ഈ അവസരത്തിൽ ചോദിക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെ ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 8-ാം അധ്യായം സമാപിക്കുന്നു. ഹരിഹി ഓം.